പാർട്ടിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് എന്നുള്ളതാണ് സകല റിപ്പോർട്ടുകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇനി നമ്മുടെ പാലക്കാട് എടുക്കുകയാണെങ്കിൽ കുറച്ച് വിശദമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറയട്ടെ, ഈ പറയുന്ന വ്യക്തിയുടെ പേര് ഫസൽ കാരാട്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആള് മുസ്ലിമാണ്. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ അദ്ദേഹത്തിന്റെ ആ ചാനൽ കയറി കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ BJP ആണ്, നമ്മുടെ മോദിജിയാണ്, അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെയാണ്, BJPയുടെ രാഷ്ട്രീയത്തെയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തെയാണ്. ഇനി ഫസൽ കാരാട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമെന്നേ, തീർച്ചയായിട്ടും പറ്റും. ഏതൊരു മനുഷ്യനും BJPയിൽ വിശ്വസിക്കാം, ഏതൊരു മനുഷ്യനും RSSൽ വിശ്വസിക്കാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ യൂട്യൂബിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഇതൊരു ഗംഭീര തന്ത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിമായിട്ടുള്ള ഒരാൾ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, BJP രാഷ്ട്രീയത്തെ ഗംഭീരമായി സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മുസ്ലിം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കാർ എടുത്തു കൊണ്ടുപോയി ഉയർത്തു വന്നേ, ഒരു സംശയമില്ല. കാരണം BJPയെ കുറിച്ച് ഏറ്റവും നല്ലത് പറയുന്ന ഒരു മുസ്ലിമാണ് എന്ന രീതിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഉയർത്തും. അത് നടക്കുന്നുണ്ട്. ആ ഒരു ചാനൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഈ ഒരു മുസ്ലിം പോലും, മലപ്പുറത്തെ ഈ ഒരു മുസ്ലിം പോലും BJPയെ സപ്പോർട്ട് ചെയ്യുന്നു, BJP സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നു, ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് മനസ്സിലാക്കുക. നോക്കൂ, ഇപ്പൊ പറയുന്നത് പാലക്കാട് ഇലക്ഷന് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. എനിക്കിപ്പോഴും അതിന്റെ മുമ്പിൽ കിട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് റിയാക്ട് ചെയ്ത് കളയാം എന്നാണ് എന്റെ വിചാരം. എന്തായാലും സംഗതി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, നമ്മുടെ പാലക്കാട്ടത്തെ വിജയത്തിന് എല്ലാവർക്കും കാരണം, അല്ലെങ്കിൽ പാലക്കാട് മിക്കവാറും വിജയിക്കുക ഇലക്ഷൻ മുമ്പ് നടന്ന കാര്യമല്ല, ഇതിന് വേറൊരു വീഡിയോ കൂടി കണ്ടുകൊണ്ട് പെട്ടെന്ന് തല കയറുകയാണ്. പാലക്കാട് മിക്കവാറും വിജയിക്കുക BJP ആണെന്ന്. ഇതിനുശേഷം ഇദ്ദേഹം ഇറക്കിയൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് മാറണത് ശോഭാ സുരേന്ദ്രനാണെന്ന്. ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്ത് തേങ്ങയ്ക്കാന്ന് മനസ്സിലാവുന്നില്ല. ശോഭാ സുരേന്ദ്രനൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറുക എന്ന് പറയുന്ന സങ്കല്പത്തെ, ആ സ്വപ്നത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എജ്ജാതി സ്വപ്നമാണ്. ആ സ്വപ്നമൊക്കെ പേറിയിട്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അങ്ങനെ പറയുമ്പോൾ ആളുകൾ വന്ന് കയറിയിട്ട് തെറി പറയും എന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും നല്ല രസമുള്ള ഒരു ടാക്ടിക്സ് ആണ്. ഈവൻ ഞാൻ ഒരുപക്ഷെ ഹിന്ദു മതത്തിൽ പിറന്നുപോയ ഒരാളാണ്. ഞാനിപ്പോ ഒരു മുസ്ലിം സമുദായത്തിൽ പെടുന്ന എല്ലാ തരത്തിലുള്ള സംഗതികളും ഞാൻ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് ഭയങ്കര വങ്കത്തരങ്ങളൊക്കെ അവരമ്മ വിളിച്ചു പറയാറുണ്ട്. ആ വങ്കത്തരത്തൊക്കെ ഞാൻ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുക. എനിക്ക് പിന്നിൽ ആളുകൾ ഉണ്ടായിരിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടായിരിക്കും. കാരണം ഒരു ഹിന്ദുവാണ് മുസ്ലിമിനെ കുറിച്ച് പറയുന്നത്, മുസ്ലിമിന്റെ നന്മയെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഫസൽ കാരാട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കണം. എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുകൂടി നമ്മൾ കേട്ടേ വെക്കും എന്നുള്ളതാണ്. ഒന്ന് കേട്ടു നോക്കൂ. ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് എന്നുള്ളതാണ് സകല റിപ്പോർട്ടുകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇനി നമ്മുടെ പാലക്കാട് എടുക്കുകയാണെങ്കിൽ കുറച്ച് വിശദമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ആദ്യമേ തന്നെ സകല ആളുകളും തിരിച്ചറിയുക, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയം മുതല് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകര് അവർക്കാവുന്നത് പോലെ UDFനും LDFനും വേണ്ടിയിട്ട് ഇവിടെ പ്രചരണത്തിന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ അവർ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് വലിയ സാധ്യത എന്നുള്ളത്. കാരണങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും ഇദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ മുഴുവൻ UDFന് അനുകൂലമാണ് അല്ലെങ്കിൽ LDFന് അനുകൂലമായിട്ടാണ്. സ്വാഭാവികം, മതേതരത്വത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുന്ന ശക്തിയോടൊപ്പം നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഇവിടുത്തെ പത്രമാധ്യമം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സല്യൂട്ട് അടിക്കുകയല്ല വേണ്ടത്. അങ്ങനെ നിൽക്കുന്നില്ല എന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം. ഇവിടുത്തെ മാധ്യമങ്ങൾ LDFനൊപ്പം നിൽക്കുന്നില്ല. പരമാവധി ഇവിടുത്തെ മതേതരത്വത്തെ എങ്ങനെയെങ്കിലും വിറ്റ് കാശാക്കാൻ ശ്രമം നടത്തുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അവരെ മാത്രം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ്. BJP എങ്ങനെയൊക്കെ എതിർക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ള വേറെ കാര്യം കേട്ടോ. പക്ഷെ എന്തായാലും ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ഇനി എന്തുകൊണ്ട് BJP അവിടെ ജയിക്കും,
എന്തായാലും ഫസൽ കാരാട്ടിനും ഒരു അഭിപ്രായം പറയാനുണ്ടായിരിക്കുമല്ലോ. ഈ ഒരു മാന്യദേഹത്തിനും കൃത്യമായിട്ടും എന്തുകൊണ്ട് BJP ജയിക്കണമെന്നും എന്തുകൊണ്ട് BJP പാലക്കാട് ജയിക്കുമെന്നതിനെ കുറിച്ചും ഇദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയാണ്ടായിരിക്കും. ഒന്ന് കേട്ടോക്കാം. സംഗീതമൊക്കെ തകർത്ത് തരിപ്പണായിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കുന്നത്, ഒപ്പം തന്നെ ഇത്തരത്തിൽ ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് അത്ഭുതം കൂറുന്ന നല്ല കാര്യമല്ലേ. പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു മേഖലയാണ്. അവിടെ നിന്ന് കഴിഞ്ഞ തവണ അവിടെ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പാലക്കാട് ഈ നഗരസഭയിൽ വോട്ടുകൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പില് ഷാഫി പറമ്പിലിനെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് പിരായിരി പഞ്ചായത്തായിരുന്നു. എന്നാൽ ആ പിരായിരി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഈ വലിയ രീതിയിലൊന്നൊക്കെ ഈ ഇലക്ഷൻ സമയത്തെ ചെറിയ നമ്മൾ പക്ഷെ സുഹൃത്തുക്കളെ, പിരായിനി ഒരിക്കലും പിളരാതെ UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. രാഹുലിന് നൽകിയത് 6633 വോട്ടിന്റെ ലീഡാണ്. ചിലർ 6633 വോട്ടിന്റെ ലീഡാണ് പിരായിനി നമ്മുടെ രാഹുൽ നൽകിയത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് നമ്മുടെ ഷാഫി പറമ്പിൽ നൽകിയ ആളുകളാണ്. ഷാഫി പറമ്പിലിനോടുള്ള അതേ സ്നേഹം അതേപോലെ തന്നെ നമ്മുടെ രാഹുലിന് വേണ്ടിയിട്ടും കൊടുക്കാൻ ആ പിരായിനി ആളുകൾ ഒട്ടും മടിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കണക്കുകളോട് തെറ്റിയെന്നല്ല. ഇദ്ദേഹം വിചാരിച്ചത് അവിടുത്തെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വോട്ട് മുഴുവൻ പോയി BJPക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ ആ വോട്ട് കുറഞ്ഞു എന്നുള്ളൂ. BJPക്ക് കിട്ടേണ്ട വോട്ട് കൂടി നമ്മുടെ രാഹുൽ കിട്ടിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി. പല കാരണങ്ങൾ, ഇദ്ദേഹം പറയാത്ത പല കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ടായിരിക്കും. എന്തായാലും ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വൻ പരാജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് രസം. ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് 3859 വോട്ടുകൾ മാത്രമാണ്. അപ്പോ പിരായിരി പഞ്ചായത്തിൽ 5% അല്ലെങ്കിൽ 3%, 4% ഇത്തരത്തിലുള്ള ശതമാനം കുറഞ്ഞാൽ പോലും വലിയ രീതിയിൽ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളതും സകലരും തിരിച്ചറിയണം. ഈ പിരായിരി പഞ്ചായത്തിൽ വലിയ രീതിയിൽ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കുറഞ്ഞ ശതമാനം മുഴുവൻ BJPയുടേതാണ്. ആ കുറഞ്ഞത് മുഴുവൻ കൃത്യമായിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഷാഫി പറമ്പിലുള്ള സ്നേഹം അവര് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നല്ലാതെ വേറൊന്നും പറയാനുള്ള സുഹൃത്തുക്കളെ. കാരണം ഇദ്ദേഹത്തിനെ എത്ര തന്നെ അമർത്തിയിട്ടും താഴ്ത്തിയിട്ടും പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കേരളം അങ്ങനെയൊന്നും അങ്ങോട്ട് BJPയുടെ മുമ്പിലേക്ക് ചാണകത്തിൽ ചവിട്ടില്ല. അതിന് കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ ഒരുപാട് നാടകങ്ങളുണ്ട്. ഷാഫി പറമ്പിൽ കളിച്ചില്ല പറയുന്നത് അവസാന നിമിഷത്തിൽ BJPക്കാരെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് അവരിടയിൽ ഉണ്ടായിരുന്ന, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്ന, അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന, അവർക്ക് വേണ്ടി ഫേസ്ബുക്കിലും മറ്റും എഴുതിയിരുന്ന, അവർക്ക് വേണ്ടിയിട്ട് LDF-നോടും കോൺഗ്രസിനോടും നിരന്തരം വഴക്ക് കൂടിയിരുന്ന, വായിൽ കൊള്ളാത്ത വൃത്തികേടുകൾ മുഴുവൻ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ സന്ദീപ് വാര്യർ. ആ ചങ്ങാതി ഇലക്ഷൻ വോട്ടിന് കുറച്ചു മുമ്പാണ് ഇങ്ങോട്ട് മാറിയത്. അതൊരു വലിയ അടി തന്നെയായിരുന്നു അവരുടെ അങ്കത്തട്ടിൽ ഉണ്ടാക്കിയെന്നില്ല. അങ്ങനെ ഗംഭീരമായിട്ട് വോട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗം അവിടെ, ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇതൊരു തന്ത്രം കൂടി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള യൂട്യൂബിലെ വ്യൂവേഴ്സ് കൂട്ടാനുള്ള ഒരു ഗംഭീര തന്ത്രമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് കേട്ടോ. അതല്ല എങ്കിൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള തന്ത്രം വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഹിന്ദു ദൈവത്തിന്റെ പടം ഒരു മുസ്ലിം വനിത വരയ്ക്കുക, അത് ഗംഭീരമായിട്ടുള്ള പ്രസക്തി കിട്ടുമെന്നേ. ഞാനൊക്കെ വരച്ച് 5 പൈസയ്ക്ക് ഒരെണ്ണം തിരിച്ചു വെക്കില്ല. പക്ഷേ അതൊരു മുസ്ലിം ആണെങ്കിൽ, ഒരു മുസ്ലിം വനിതയാണെങ്കിൽ ഗംഭീരമായിട്ട് ആളുകൾ തിരിഞ്ഞു നോക്കും. അവര് അതിനെ പൊക്കിക്കൊണ്ടു കിടക്കും. അവന് ഗംഭീര പൈസ കിട്ടും. 6 ബോറം വരെയാണെങ്കിലും അതിന് ഗംഭീരമായിട്ടുള്ള പണം കിട്ടുന്നതിലൊക്കെ സംശയമൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ഇനിയും നടക്കും എന്നുള്ളതാണ്. ഫസൽക്കാരന്റെ പോൾ ആളുകളൊക്കെ ഇനിയും നിരന്തരം ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയും വ്യൂവേഴ്സ് ഉണ്ടാക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് ഇനി വീഡിയോ മാറ്റിവെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഇതിന് താഴത്ത് പച്ച മലയാളത്തിൽ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. ബൈ. ഒപ്പം തന്നെ ഇതിന്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ. ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് പറയുക. അപ്പോൾ സിനിമയുണ്ടായിരിക്കും, നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത ദിവസം കാണാം. ബൈ.